നിങ്ങളുടെ പുതിയ ജോലിയിലെ ആദ്യ ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാട്ട് അവിടെ കടന്നു ചെല്ലുമ്പോൾ ആദ്യം നാം അറിയുവാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ജോലിയിൽ ഞാൻ തുടരേണ്ടതിന് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും. കാരണം നാം ആ ജോലിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ പ്രകടനത്തെ വിലയിരുത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ് ആ ജോലിയിൽ തുടരേണ്ടുന്നതിന് അതെല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഒരു ദിവസം നമ്മുടെ മാതാപിതാക്കളുടെ അടുക്കൽ ചെന്ന് ഞാൻ മകനായി മകളായി തുടരേണ്ടുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നാം ഒരിക്കലും ചോദിക്കാറില്ല. അങ്ങനെയൊരു ചോദ്യം തന്നെ ബാലിശമാണ്. എന്തുകൊണ്ടാണ് ആ ചോദ്യം അർത്ഥശൂന്യമാകുന്നത്? അതിന് കാരണം കുടുംബത്തിലെ ബന്ധം നമ്മുടെ വ്യക്തിത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ജോലി സ്ഥലത്തെ റിലേഷൻഷിപ്പ് എന്നത് പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ ആശയം പറയുവാനുള്ള പ്രധാന കാരണം നാം ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വരുമ്പോൾ നാം ഏത് രീതിയിലാണ് ദൈവപ്രസാദത്തിനായി ശ്രമിക്കുന്നത് എന്നത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പല കാര്യങ്ങളും നാം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്കതിനെ കഴിയാറില്ല. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഇടപെടലുകൾ എല്ലാം ദൈവപ്രസാദമായി മാറുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശയക്കുഴപ്പവുമായി ഒരു വലിയ ജനക്കൂട്ടം യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെല്ലാം കണ്ട് യേശുവിന്റെ ഉപദേശങ്ങളെല്ലാം കേട്ട് യേശുവിനെ പിൻപറ്റുന്ന ഒരു വലിയ കൂട്ടം ജനം. അവരുടെ ചോദ്യമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന ചോദ്യം. ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്. എന്താണ് ചെക്ക് ലിസ്റ്റ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്? അവിടെയാണ് യേശുവിന്റെ മറുപടിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം കൊണ്ടുപോകേണ്ടത്. 29-ാമത്തെ വാക്യത്തിൽ ആ മറുപടി നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നാം തയ്യാറാകുക എന്നുള്ളതാണ്. ഈ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ യേശു നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും, അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങണം. അത് സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ദൈവം തന്ന വാഗ്ദത്തം നിവർത്തിക്കുവാൻ അവൻ ശക്തനാണ് എന്ന് വിശ്വസിക്കണം. എന്നെ എതിർക്കുന്ന ശത്രുവിനേക്കാൾ വലിയവൻ എന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കണം. ജീവിതത്തിൽ ജോലി മേഖലകളിൽ പലവിധങ്ങളായ വിഷയങ്ങൾ കടന്നു വരുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ യേശുവുണ്ട് എന്ന് വിശ്വസിക്കുവാൻ തുടങ്ങണം. സകലതും തീർന്നു, ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് കൂടെയുള്ളവർ പറയുമ്പോ, സാഹചര്യങ്ങൾ എതിരായി നിൽക്കുമ്പോ സാഹചര്യങ്ങളെ നോക്കി പറയുവാൻ കഴിയണം, ഇല്ല, ഞാൻ ഇവിടെ പട്ടുപോകുകയല്ല, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണും, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുവാൻ തുടങ്ങണം. പ്രിയ ദൈവത്തിലെ സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഇന്ന് നിങ്ങളെ കാണുന്നവർ ഒരുപക്ഷെ നിങ്ങളുടെ കഴിവുകളും മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം, നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് മറന്നു പോകരുത്. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും, എല്ലാം തീർന്നു എന്ന് എല്ലാവരും പറയുമ്പോഴും നിങ്ങളുടെ മനസ്സ് തളരരുത്. കാരണം ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണ് നിങ്ങളെന്ന് മറന്നു പോകരുത്. പ്രിയ ദൈവത്തിലെ, നിങ്ങളെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയത്തില്ല. ഈ ഭൂമിയിൽ എത്ര ആയുസ്സുണ്ടോ അത്രയും കാലം വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ സഹായിക്കുക മാത്രമല്ല, നിത്യതയിലേക്ക് ഒരുക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ആ ദൈവത്തെ കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ലോകം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. നിത്യതയിലും അവനോട് ചേർന്ന് വസിക്കുവാൻ ഈ ദൈവം നമ്മെ ഒരുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ശത്രുവായവൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നിടുന്ന സകല ചിന്തകളെയും യേശുവിന്റെ നാമത്തിൽ ഒന്ന് ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് പറയാൻ തുടങ്ങണം, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, ഈ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് പറയുവാൻ തുടങ്ങണം. അതെ, എല്ലാ സാഹചര്യങ്ങളും എതിരെയാകുമ്പോ, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോ അവിടെയെല്ലാം പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. പ്രിയ ദൈവത്തിലെ, ഈ ദൈവവുമായിട്ടുള്ള ബന്ധം എന്നത് ദൈവം ഒരിക്കലും നിങ്ങളുടെ പെർഫോമൻസ് വെച്ച് അതിനെ വിലയിരുത്തുന്ന ദൈവമല്ല. ദൈവവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ യേശുവിൽ ആരാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയ, യേശു ക്രിസ്തുവിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച മകനായി മകളായി മാറി ദൈവശബ്ദം കേട്ട് മുന്നോട്ട് യാത്ര നയിക്കുന്ന പ്രിയ ദൈവവേദലേ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. നിങ്ങൾക്കെതിരെ ആരൊക്കെ എഴുന്നേറ്റാലും, ഒരു രാജ്യം തന്നെ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റാലും, തമ്പുരാൻ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ, ഈ ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയാണ് എങ്കിൽ അവിടെയെല്ലാം ഒരു ദൈവിക വിജയം നിങ്ങൾ കാണും. നിന്ദിക്കുന്നവരുടെ മധ്യേ മാനിച്ചുയർത്തുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. ഈ ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ, ദൈവമേ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യം. നാം അപ്രകാരം ഈ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇന്നു മുതൽ ദൈവപ്രവൃത്തി കാണുവാൻ
അനുഭവിക്കുവാൻ തുടങ്ങും. അതെ, ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ മകനായി മകളായി ദേശത്ത് ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. അതേ പ്രിയ ദൈവത്തിലെ എല്ലാ സാധ്യതകളും അസ്തമിക്കുമ്പോഴും കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. യഹൂദന്മാരുടെ ചോദ്യം ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ കുറിച്ചുള്ള ലിസ്റ്റാ. എന്നാൽ യേശുവിന്റെ മറുപടിയിൽ പ്രവൃത്തികളുടെ ലിസ്റ്റ് കാണാൻ പറ്റുന്നില്ല. ഒരേ ഒരു പ്രവൃത്തി മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. അത് യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രിയ ദൈവത്തിലെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ? ഈ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാണോ? യേശു ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാതെ നിങ്ങളെ വഴി നടത്തുമെന്ന് കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കാമോ? ദൈവമേ, എന്നെ അങ്ങ് എടുത്ത് ഉപയോഗിക്കണമേ, ഞാനിത് അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളെ മാനിച്ചുയർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങൾ കാണും. നിങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതെ, ദൂതന്മാർ നിങ്ങൾക്ക് മുമ്പായി കടന്നു ചെന്ന് ഇരുമ്പോടാമ്പലുകളെ തകർത്ത് വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെക്കുന്നത് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ ദൈവിക പ്രൊവിഷൻ അനുഭവിക്കുവാൻ, ഈ ദൈവികമായ നന്മകൾ അനുഭവിക്കുവാൻ, കരുതൽ അനുഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണ്. ഈ യേശു എന്റെ ജീവിത സാഹചര്യങ്ങളിൽ എനിക്ക് മതിയായവനാണ് എന്നൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥമായി നിങ്ങളെ ഈ ദൈവത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ജീവിതയാത്രയിൽ കൂടെയുള്ള ദൈവ സാന്നിധ്യം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനം അനുഭവിച്ചറിയട്ടെ. ഇവരെ ദേശത്ത് ഒരു അത്ഭുതമാക്കുന്നതിനാൽ നന്ദി. ദേശത്ത് ഇവർ കൈവെക്കുന്ന മേഖലകളിൽ ദൈവികമായ പ്രൊവിഷനുകൾ വെളിപ്പെടുന്നതിനാൽ നന്ദി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങയ്ക്ക്. സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ യേശു നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് തീർച്ചയായും നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.